നമസ്കാരം. ന്യൂസ് കേരളം 24ലേക്ക് സ്വാഗതം. ഞാൻ ഷിബു റാവുത്തർ. ഞാറുനടിയിൽ ഉത്സവമാക്കി കുട്ടികൾ. ജില്ലാ ശിശുക്ഷേമ സമിതിയും മയ്യനാട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളും ചേർന്ന് നടത്തുന്ന നെൽകൃഷി ഉമേനല്ലൂർ ഏലായിൽ ജില്ലാ കളക്ടർ ശ്രീ എൻ ദേവിദാസ് IAS ഉദ്ഘാടനം ചെയ്തു. മയ്യനാട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ഹരിത വിദ്യാലയം പദ്ധതിയിൽ ഈ ഏലയിൽ ഇത്തവണത്തെ ഞാറുനടി പ്രവർത്തനങ്ങളുടെ ആരംഭം കുറിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നിങ്ങളെല്ലാവരും ഇവിടെ സന്നിഹിതരായിട്ടുള്ളത്. നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ കാർഷിക വൃത്തിയാണ് നമ്മുടെ പ്രധാന വരുമാന സ്രോതസ്. അതിനു വേണ്ടിയിട്ട് വലിയ തോതിലുള്ള പ്രവർത്തനങ്ങളാണ് സർക്കാരും ഭരണകൂടവും നിർവഹിക്കുന്നത്. പുതിയ തലമുറ നമ്മുടെ ഈ വളരെ സമ്പന്നമായിട്ടുള്ള കാർഷിക സംസ്കാരത്തെക്കുറിച്ച് വേണ്ടത്ര ജാഗ്രതയോടെ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടോ എന്നുള്ള ഒരു സംശയം കൂടി നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മയ്യനാട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ഹരിത വിദ്യാലയം വിദ്യാർത്ഥിനികൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. അന്യസംസ്ഥാന തൊഴിലാളികൾ ഞാറ്റുപാട്ട് പാടുന്ന സാഹചര്യമാണ് ഇപ്പോൾ കേരളത്തിലുള്ളതെന്നും പുതിയ തലമുറ കൃഷിയിലേക്ക് വരേണ്ടത് അത്യാവശ്യമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ശിശുക്ഷേമ സമിതിയുടെയും മയ്യനാട് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെയും പ്രവർത്തനം മാതൃകാപരമാണെന്നും അദ്ദേഹം പറഞ്ഞു. മയ്യനാട് പഞ്ചായത്ത് പ്രസിഡന്റ് ജെ ഷാഹിദ, വാർഡ് മെമ്പർ ഹലീമ, ശിശുക്ഷേമ സമിതി സെക്രട്ടറി അഡ്വക്കേറ്റ് ഷൈൻ ദേവ്, എക്സിക്യൂട്ടീവ് മെമ്പർ മനോജ്, ഉമേനല്ലൂർ പാടശേഖര സമിതി സെക്രട്ടറി സജീവൻ, മയ്യനാട് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ദീപ സോമൻ, ഹെഡ്മാസ്റ്റർ ബിനു സി, PTA പ്രസിഡന്റ് T സുരേഷ് ബാബു, കൃഷി ഓഫീസർ അഞ്ജു, അധ്യാപകർ, കർഷകർ, വിദ്യാർത്ഥികൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, കൊല്ലം. വയനാട് പഞ്ചായത്തിൻ്റെ ഉമേനല്ലൂർ ഏലായിൽ ശിശു സംരക്ഷണ സമിതിയുടെയും വയനാട് ഹൈസ്കൂളിലെ മാനേജ്മെൻറ്റും കുട്ടികളും ചേർന്ന് ഉമേനല്ലൂർ ഏലായിൽ ഇത്തരത്തിലുള്ള ഒരു കൃഷി ചെയ്യാൻ സന്മനസ് കാണിച്ചതിൽ ഞാൻ അവരെ അഭിനന്ദിക്കുകയാണ്. ഭാവി തലമുറയെയും കൃഷിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ഒരു മുദ്രാവാക്യവും ഇതിനോടൊപ്പമുണ്ട്. പലരും പറയാറുണ്ട് ഉൽപ്പാദനത്തിന് കൂടുതൽ, അതിൽ നിന്ന് കിട്ടുന്ന ലാഭം കുറവ് എന്നൊക്കെ പറയുന്നെങ്കിലും കൃഷി ചെയ്യുന്നവർ കൃഷി ചെയ്തുകൊണ്ട് തന്നെ കേരളത്തിൽ ഇത്തരത്തിൽ കുട്ടികളെയും മാനേജ്മെൻറ്റും ശിശുക്ഷേമ സമിതിയും ഒക്കെ കൂടെ ചേർന്ന് നടത്തുന്ന ഈ പരിപാടി, ഇതിൻ്റെ തുടർ പരിപാലനം നല്ല രീതിയിലായിരിക്കണം. എങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിച്ച ലക്ഷ്യത്തിൽ എത്തിച്ചേരാവൂ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി. കൊല്ലം ജില്ലാ ശിശുക്ഷേമ സമിതിയുടെ മയ്യനാട് ഹയർ സെക്കൻഡറി സ്കൂളിലെ സംയുക്ത ആഭിമുഖ്യത്തിൽ ഇന്ന് ഉമേനല്ലൂർ ഏലയിൽ സ്കൂൾ കുട്ടികളുടെ ചുറ്റുമുള്ള കൃഷി ആരംഭിച്ചിരിക്കുകയാണ്. ജില്ലാ ശിശുക്ഷേമ സമിതിയുടെ എൻ്റെ വിദ്യാലയം എൻ്റെ കൃഷി പദ്ധതി 2023 ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ഉദ്ഘാടനം ചെയ്തതാണ്. അതിനുശേഷം ജില്ലയിലെ സ്കൂൾ വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷകർത്താക്കളുമെല്ലാം ഇത്തരത്തിൽ പഴയ കൃഷി രീതിയിലോട്ട് തിരിച്ചു വരുന്നതിന് വേണ്ടി ജില്ലാ ശിശുക്ഷേമ സമിതി ജില്ലയിലൊട്ടാകെ വലിയ ക്യാമ്പയിനുകൾ സംഘടിപ്പിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് ഇന്ന് മയ്യനാട് സ്കൂളും നമ്മുടെ ജില്ല കേരളത്തിലെ ആദ്യത്തെ ബാലസൗഹൃദ ജില്ലയാകുന്നതിന് വേണ്ടിയിട്ട് ഉള്ള പ്രവർത്തനം നടന്നു വരികയാണ്. കൃഷി, അതുപോലെ തന്നെ ഡിജിറ്റൽ സംവിധാനങ്ങൾ, ഈ ആധുനിക സാങ്കേതികവിദ്യകളുള്ള ഈ കാലഘട്ടത്തിൽ അതിൽ നിന്ന് വ്യത്യസ്തമായി കുട്ടികളെ പഴയ തലമുറകളിലേക്ക് കളിയും ചിരിയും പാടവും മണ്ണും മനുഷ്യരെയും എല്ലാം സ്നേഹിക്കുന്ന നല്ല വിദ്യാർത്ഥികളായി കുട്ടികളെ മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ജില്ലാ ശിശുക്ഷേമ സമിതിയും മയ്യനാട് സ്കൂളും ഇത്തരത്തിലുള്ള വലിയൊരു സംരംഭം ഇന്ന് ആരംഭിച്ചിരിക്കുന്നത്. ഇത് വളരെ മാതൃകയായി ജില്ലയിൽ നടപ്പിലാക്കുമെന്ന് മാത്രമാണ് ഞാൻ ഈ അവസരത്തിൽ പറയാനുള്ളത്. പ്രിയമുള്ളവരെ, നമ്മുടെ കളക്ടർ അദ്ദേഹം നല്ല കാര്യങ്ങളായ ഒത്തിരി കാര്യങ്ങൾ പറയുകയുണ്ടായി. ഇപ്പം ഞാറ്റുപാട്ട് മാറ്റി ബംഗാളി പാട്ട് വരെ ആയ സ്ഥിതിയാണെന്ന്. നമ്മൾ ഓരോരുത്തരും, അതായത് കർഷകർ മണ്ണിലിറങ്ങിയെങ്കിൽ നമ്മൾ ചോറിൽ കൈവയ്ക്കൂ. അതുകൊണ്ട് നമ്മളെല്ലാവരും ഒരുമിച്ച് കൃഷി ചെയ്തെങ്കിൽ മാത്രമേ നല്ല വിളവുകൾ ലഭിക്കുകയുള്ളൂ. ഈ കുഞ്ഞുങ്ങൾക്കും ഇന്നിവിടെ വന്നവർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. 17 വർഷമായിട്ട് സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെയും സ്കൂൾ പരിസ്ഥിതി ക്ലബിൻ്റെയും പാടശേഖര സമിതിയുടെയൊക്കെ സഹായത്തോടു കൂടി ഞങ്ങൾ ഈ
ഉമയനല്ലൂർ ഏല. പ്രധാനമായൊരു ഉദ്ദേശം ഏല നിലനിർത്തുക എന്നുള്ളതായിരുന്നു. കയ്യേറ്റങ്ങൾ പലതുണ്ടായിരുന്നു. അപ്പോൾ അത് ഒഴിവാക്കി അത് നിലനിർത്തുക എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടിയാണ് ഞങ്ങൾ കുട്ടികളെ കൊണ്ട് ഈ കൃഷി നടത്തിച്ചത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇത്തവണ ശിശുക്ഷേമ സമിതിയുമായി ചേർന്ന് ഞങ്ങൾ കൃഷി നടത്തുകയാണ്. അപ്പോൾ ചില വർഷങ്ങളിൽ ഞങ്ങൾക്ക് കൃഷി നഷ്ടമായിരുന്നു. പക്ഷെ അത് കണക്ക് കൂട്ടാതെ ലാഭമോ നഷ്ടമോ നോക്കാതെ കുട്ടികളെ ഈ കൃഷിയുമായി പരിചയപ്പെടുത്തുക, പ്രകൃതിയുമായി പരിചയപ്പെടുത്തുക എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടിയാണ് 17 വർഷമായി ഞങ്ങൾ നടത്തുന്നത്. ഈ വർഷവും അത് അങ്ങേ തന്നെ നടക്കും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. കർഷകർ നമ്മുടെ ഉമയനല്ലൂർ ഏല 166 ഏക്കർ വിസ്തൃതിയുള്ള സ്ഥലമാണ്. കഴിഞ്ഞ ഏതാണ്ട് 30 വർഷക്കാലമായി പൂർണ്ണമായും കൃഷി ചെയ്ത് തരിശുരഹിത ഏലയായി ജില്ലയിലെ ഏറ്റവും അറിയപ്പെടുന്നൊരു ഏലയായി മാറി. ഇവിടെ നമ്മൾ കർഷകർ 107 കർഷകർ വളരെ പഞ്ചുലായി തന്നെ വളരെ ഉത്തരവാദിത്വത്തോടുകൂടി തന്നെ കൃത്യമായി എല്ലാ വർഷവും കൃഷി ചെയ്ത് നല്ല രീതിയിലുള്ള വിളവെടുത്ത് അത് കൃത്യമായി സിവിൽ സപ്ലൈസ്, സർക്കാർ ഏജൻസിയായ സിവിൽ സപ്ലൈസിന് നമ്മൾ കൊടുക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യവും വലിയ പ്രതിസന്ധികൾ നേരിട്ടെങ്കിൽ പോലും 14,000 കിലോ നെല്ല് നമ്മൾ സിവിൽ സപ്ലൈസിന് കൊടുക്കാൻ കഴിഞ്ഞു. വയനാട് ഹയർ സെക്കൻഡറി സ്കൂളും ശിശുക്ഷേമ സമിതിയും കൂടെ ചേർന്ന് ഇങ്ങനൊരു ഈദ് ഉത്സവം എന്നൊരു പ്രോഗ്രാം ഇന്നിവിടെ കണ്ടക്ട് ചെയ്ത് ഇതിൻ്റെ ഇനോഗ്രേഷൻ ബഹുമാനപ്പെട്ട കളക്ടർ ദേവിദാസ് അവർകളായിരുന്നു. ഇവിടെ എത്തിച്ചേർന്ന ഏവരെയും വളരെ സന്തോഷത്തോടുകൂടിയാണ് ഈ ഒരു പ്രോഗ്രാമിന് ഞാൻ ഉൾപ്പെടെ ഇവിടെ എല്ലാവരും എത്തിച്ചേർന്നിരിക്കുന്നത്. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. കുട്ടികളെ കൃഷിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് വരുന്ന തലമുറയ്ക്ക് കൃഷിയെ പരിചയപ്പെടുത്തുന്നതിന് വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നമ്മുടെ സ്കൂള് ഏറ്റെടുത്തിരിക്കുന്ന ഈ ഒരു ഉദ്യമം വളരെ വിജയകരമായിട്ട് അവസാനം വരെ കൊയ്ത്ത് വരെ കൊണ്ടുപോകാനാകട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവിധ ആശംസകളും.